വ്യത്യസ്തമായ ഒരു ഗൃഹപ്രവേശനത്തിന്റെ ഒരുക്കങ്ങളിലാണ് കോഴിക്കോട്ടെ കിഴക്കൻ മലയോരം. ഭിന്നശേഷി പെൺകുട്ടികൾക്കായി കുറ്റ്യാടി പന്തിരിക്കരയിൽ നിർമ്മിച്ച 7 വീടുകളുടെ ഗൃഹപ്രവേശനം നടക്കുകയാണ് മെയ് 30 ശനിയാഴ്ച. ഈ വീടുകളുടെ സൗന്ദര്യം കണ്ടോ? മനോഹരമായ ഭവനങ്ങൾ, മുറ്റത്ത് പൂന്തോട്ടം, നടുവിൽ ആംഫി തിയേറ്റർ, പ്രകൃതി കനിഞ്ഞരുളിയ ഹരിതാഭ ചുറ്റിലും. ഇത് ഭിന്നശേഷിക്കാരായ പെൺകുട്ടികൾക്കായി സൗജന്യമായി തണൽ പന്തിരിക്കരയിൽ നിർമ്മിച്ചു നൽകുന്ന മനോഹരമായ വീടുകളാണ്. ഭിന്നശേഷിക്കാരായ പെൺകുട്ടികളെ വളർത്താനുള്ള ബുദ്ധിമുട്ടുകൾ കാരണം മാതാപിതാക്കൾ ജീവിതം അവസാനിപ്പിക്കുന്ന നടുക്കുന്ന വാർത്തകളാണ് സുമനസ്സുകളുടെ പിന്തുണയോടെ ഇത്തരമൊരു പ്രൊജക്ടിന് തണലിന് പ്രേരണയായത്. ഇത്തരത്തിൽ നിർമ്മിച്ച 7 വീടുകളുടെ ഗൃഹപ്രവേശം കുറ്റ്യാടി പന്തിരിക്കരയിൽ നടക്കും. പേരാമ്പ്ര, കൂത്താളി, ചങ്ങരോത്ത്, കുറ്റ്യാടി, മരുതോങ്കര, വേളം, കായക്കൊടി തുടങ്ങി 12 പഞ്ചായത്തുകളിൽ നിന്നായി സുമനസ്സുകൾ പന്തിരിക്കരയിൽ എത്തിച്ചേരും. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ സംരക്ഷിക്കപ്പെടേണ്ടവരാൽ കുട്ടികൾ കൊല ചെയ്യപ്പെടുന്നു എന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് തണൽ ഇത്തരമൊരു പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുന്നത്. ഉറ്റവരും ഉടയവരുമില്ലാത്ത ഭിന്നശേഷി പെൺകുട്ടികളെ തിരഞ്ഞെടുത്ത് അവരെ താമസിപ്പിക്കുന്നതിന് ഏറ്റവും മനോഹരമായ കൊച്ചു കൊച്ചു വീടുകൾ നിർമ്മിച്ച് കേരളത്തിൽ തന്നെ ഒരു പുതിയ മോഡൽ മുന്നോട്ട് വെക്കുകയാണ് ഈ പദ്ധതിയിലൂടെ തണൽ. പൊതുസമൂഹത്തിൻ്റെ ധാരണകളെ തിരുത്തിക്കുറിക്കുന്നു എന്നതാണ് ഒരുപക്ഷെ ഭിന്നശേഷി സമൂഹത്തോടുള്ള നമ്മുടെ വീക്ഷണത്തെ യഥാർത്ഥ രൂപത്തിൽ പരുവപ്പെടുത്തുന്നു എന്നതാണ് തണൽ സ്നേഹക്കൂടിൻ്റെ സവിശേഷത എന്ന് ബോധ്യപ്പെടും. എറണാകുളം കോതമംഗലത്തെ സമീർ പൂങ്കുഴി എന്ന വലിയ മനുഷ്യസ്നേഹിയാണ് 7ഓളം വീടുകൾ ഭിന്നശേഷി കുട്ടികളെ താമസിപ്പിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. ഈ ക്യാമ്പസിൽ കുട്ടികൾക്കായി 2.5 കോടി രൂപ ചെലവിൽ വൊക്കേഷണൽ ട്രെയിനിങ് സെന്റർ കൂടി സ്ഥാപിക്കേണ്ടതുണ്ട്. അതിനുള്ള ചെറിയ തുകകൾ കയ്യിൽ കരുതിയാണ് അവർ എത്തുക. ഭിന്നശേഷി സംരക്ഷണത്തിൽ പുതിയ അധ്യായങ്ങൾ രചിക്കുകയാണ് തണലും മലയോര മേഖലയിലെ ജനങ്ങളും. ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.